കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തോട് കനത്ത അവഗണനയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമായ നടപടികളാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിനെതിരായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോഗ്രഫിക്കൽ ഏരിയയുടെ അടിസ്ഥാനത്തിൽ ഡിവിഷനുകൾ വിഭജിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കേരള ഭൂപ്രദേശം ഉൾപ്പെടുന്ന മേഖലകൾ ചേർത്തുകൊണ്ടൊരു മേഖല സോൺ, റെയിൽവേ സോൺ എന്തുകൊണ്ട് കേരളത്തിൽ അനുവദിച്ചുകൂടാ? അതാണ് ഞാൻ പറഞ്ഞ കേരള ജനതയുടെ മാനാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിൽ, ഗുരുതരമായ നിലയിൽ കേരളത്തെ ഇൻസൾട്ട് ചെയ്യുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതാണ്. മംഗലാപുരം ഡിവിഷന് പിന്നാലെ തിരുവനന്തപുരം ഡിവിഷനെയും വിഭജിച്ച് പുതിയ റെയിൽവേ ഡിവിഷൻ രൂപീകരിക്കാനാണ് റെയിൽവേ ഒരുങ്ങുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. മധുരൈ ഡിവിഷനും ഒപ്പം തന്നെ തിരുവനന്തപുരം ഡിവിഷനും വിഭജിച്ച് പുതിയ തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റെയിൽവേ ഡിവിഷൻ എന്നാണ് റെയിൽവേ സോഴ്സുകൾ നൽകുന്ന വിവരം. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ NK പ്രേമേന്ദ്രൻ MP ചേരുകയാണ്. ഈ പാലക്കാട് ഡിവിഷനെ വിഭജിച്ചു, അതിന് പിന്നാലെ ഇതാ ഇപ്പോൾ വീണ്ടും ഒരു റെയിൽവേ ഡിവിഷൻ വിഭജന വാർത്തയാണ് വരുന്നത്. കേരളത്തിന്റെ നട്ടെല്ലൊടിക്കാനുള്ള പരിപാടിയാണോ നടക്കുന്നത്? അല്ല, കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തോട് കനത്ത അവഗണനയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമായ നടപടികളാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിനെതിരായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് ഡിവിഷൻ്റെ ഗണ്യമായ ഭാഗം പുതിയ ഡിവിഷനിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് കർണാടക സംസ്ഥാനത്തിൻ്റെ മാംഗ്ലൂർ ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് സൗത്ത് വെസ്റ്റ് റെയിൽവേയിലേക്ക് മാറ്റി. അത് കഴിഞ്ഞതിന് ശേഷം നാഗർകോവിൽ പ്രദേശം ഉൾപ്പെടെയുള്ള ഒരു പുതിയ ഡിവിഷൻ രൂപീകരിച്ച് തമിഴ്നാടിന് നൽകാൻ വേണ്ടിയിട്ട് ആലോചിക്കുകയാണ്. ഇത്രയും ഹീനമായ ഒരു സംസ്ഥാനത്തെയും സംസ്ഥാനത്തെ ജനങ്ങളെയും ഇൻസൾട്ട് ചെയ്യുന്ന നിലയിലുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് അനുദിനം ആവർത്തിച്ചു വരികയാണ്. അതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം കേരളത്തിൽ ഉയർന്നു വരേണ്ടതാണ്. കേരളം രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കേരളത്തിന് വേണ്ടി ഒരു പ്രത്യേക സോൺ അനുവദിക്കണമെന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ 3 ദശാബ്ദക്കാലമായി കേരളം ഉന്നയിക്കുന്ന ആ ആവശ്യത്തോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുകയും എന്നാൽ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിൻ്റെ ഭാഗങ്ങൾ തമിഴ്നാടിന് കൊടുക്കുക, കർണാടകത്തിൻ്റെ പ്രദേശങ്ങൾ കർണാടകത്തിന് കൊടുക്കുക, ഈ നിലയിൽ ജോഗ്രഫിക്കൽ ഏരിയയുടെ അടിസ്ഥാനത്തിൽ ഡിവിഷനുകൾ വിഭജിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കേരള ഭൂപ്രദേശം ഉൾപ്പെടുന്ന മേഖലകൾ ചേർത്തുകൊണ്ടൊരു മേഖല സോൺ, റെയിൽവേ സോൺ എന്തുകൊണ്ട് കേരളത്തിൽ അനുവദിച്ചുകൂടാ? അതാണ് ഞാൻ പറഞ്ഞ കേരള ജനതയുടെ മാനാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിൽ, ഗുരുതരമായ നിലയിൽ കേരളത്തെ ഇൻസൾട്ട് ചെയ്യുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതാണ്. ഈ തിരുവനന്തപുരം ഡിവിഷന്റെ നട്ടെല്ലൊടിക്കുന്ന ഒരു പരിപാടിയാണ്. വരുമാന നഷ്ടം ഭയങ്കരമായിട്ടുണ്ടാകും. ഇപ്പോൾ പാലക്കാട് വലിയ അതിർത്തി പ്രശ്നം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ അതിർത്തി വെട്ടിച്ചുരുക്കിയപ്പോൾ വലിയ വരുമാന നഷ്ടമുണ്ട്. പ്ലസ് തിരുവനന്തപുരത്തും സമാനമായ രീതിയിലാണ്. അപ്പോൾ പേരിനൊരു റെയിൽവേ ഡിവിഷൻ എന്നുള്ള രീതിയിലേക്ക് കേരളം മാറാൻ പോവുകയാണ് ഇത് നടപ്പിലാവുകയാണെങ്കിൽ. തീർച്ചയായിട്ടും വലിയ തോതിലുള്ള വരുമാന നഷ്ടം തിരുവനന്തപുരം ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. കാരണം മിക്കവാറും തീവണ്ടികളെ സംബന്ധിച്ചിടത്തോളം കന്യാകുമാരി, നാഗർകോവിൽ, തിരുനെൽവേലി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള റവന്യൂ വരുമാനം പൂർണ്ണമായും തിരുവനന്തപുരം ഡിവിഷൻ നഷ്ടപ്പെടും. പല തീവണ്ടികളും സർവീസ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ആ മേഖലയിൽ നിന്നാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ സംസ്ഥാനത്ത് റെയിൽവേ ഡിവിഷന് വേണ്ടി വരുന്ന റവന്യൂ വരുമാനം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും റെയിൽവേ വികസനത്തെ പ്രതികൂലമായി ബാധിക്കും. വരുമാനത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് റെയിൽവേ പല ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും അല്ലെങ്കിൽ പോളിസിയും പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ റെയിൽ വികസനത്തെ തന്നെ മുരടിപ്പിക്കുകയും കേരളം എന്ന് പറയുന്നൊരു കൊച്ചു റെയിൽവേ ഡിവിഷനായി മാറുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കേരളത്തോട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കാണിച്ചുകൊണ്ടിരിക്കുന്ന നടപടി. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. രാഷ്ട്രീയം മറന്ന് കേരളം ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ടുന്ന അവസരമാണ്. പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിച്ചു. ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ നിലവിൽ വരുന്നു. ഇതിനു മുമ്പ് സേലം ഡിവിഷൻ രൂപീകരിച്ചപ്പോഴും സമാന സ്വഭാവത്തിൽ തന്നെ പാലക്കാട് ഡിവിഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില പ്രദേശങ്ങൾ സേലം ഡിവിഷൻ്റെ ഭാഗമാക്കി മാറ്റി. ഇപ്പം മംഗളൂരു ഡിവിഷൻ്റെ ഭാഗമാക്കി മാറ്റുന്നു. അതിനുശേഷം തിരുനെൽവേലി ഡിവിഷൻ രൂപീകരിച്ചുകൊണ്ട് തമിഴ്നാടിൻ്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നു. അപ്പോൾ കേരളം ഇന്ത്യയിലല്ലേ എന്ന ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഉന്നയിക്കുന്നത്. തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. കർണാടകത്തിൽ നടക്കാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ BJPയുടെ സ്വാധീനം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒറ്റ കാര്യമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു മന്ത്രി, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗം കൂടിയായ ശ്രീ സുരേഷ് ഗോപി ഈ കാര്യത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ, റെയിൽവേ ഭാഗവുമായി ബന്ധപ്പെട്ട വിവിധ പ്രദേശങ്ങൾ
വെട്ടിമുറിച്ച് അല്ലെങ്കിൽ വിഭജിച്ച് മറ്റ് ഡിവിഷനുകളുമായി കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ഡിവിഷനുകളുമായി കൂട്ടിച്ചേർക്കുമ്പോൾ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാംഗം കൂടിയായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഈ കാര്യത്തിൽ എന്താണ് സുരേഷ് ഗോപിയുടെ നിലപാട് അത് വ്യക്തമാക്കാൻ ശ്രീ സുരേഷ് ഗോപി തയ്യാറാകണം. BJPയുടെ സംസ്ഥാന നേതൃത്വം ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ കേരളത്തെ വികസിത സംസ്ഥാനമാക്കി മാറ്റാൻ വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച BJP ഈ കാര്യത്തിൽ കൃത്യമായി മറുപടി പറയണം. അതുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ എതിർക്കേണ്ടതാണ്, പ്രതിഷേധിക്കേണ്ടതാണ്. ഞങ്ങൾ പാർലമെന്റ് അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിൽ പാർലമെന്റിനകത്തും പുറത്തും വളർത്തിക്കൊണ്ടുവരും. മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനങ്ങളും ഒറ്റക്കെട്ടായി കേരളം ഇന്ത്യയുടെ ഭാഗമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെ ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയത്തിനെതിരായിട്ടുള്ള മുന്നേറ്റം സംഘടിപ്പിക്കേണ്ടതാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് MP പറയുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒപ്പം തന്നെ സംസ്ഥാന BJPയും ഈ വിഷയത്തിൽ മറുപടി പറയണമെന്നും MP പറയുന്നു. കൊല്ലത്ത് നിന്ന് AB ജയശങ്കർ.